എന്തെല്ലാം അങ്ങനെ മോട്ടോറൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ച് എനിക്കത് ഫിറ്റ് ചെയ്യും. അതിനാണ് ഈ കാണുന്ന വിദ്വാൻ വന്നേക്കുന്നത്. വീഡിയോയിലും മുഖം കാണിക്കണമെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇടുന്നില്ല പോരെ. കേട്ടില്ലേ, ഒന്ന് ഫേമസ് ആവാൻ വലിയ ആഗ്രഹം. കാണണ പോലൊന്നും അല്ല, ആത്മാർത്ഥതയുള്ള ജോലിക്കാരനാ. ആഴ്ചക്ക് പണിക്കൂല, മാസത്തിൽ 2 ദിവസം പോകും. കർഷക പത്മ യുവ കർഷക അവാർഡ് കിട്ടിയ മനുഷ്യനെ കിടക്കുന്നു. ശരിയല്ലോ, കർഷകനാ ശരിക്കും. കർഷകനല്ലേ മാഡം ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയത്? ഇത് കള പറിക്കാൻ ഇറങ്ങിയത്. റെഡ് സീലൊക്കെ സെറ്റ് ആയിട്ട് ചുറ്റുന്നുണ്ട്. 100% പ്രൊഫഷണൽ ആണെങ്കിലേ വിനായകൻ ഡയലോഗ് ഇട്ട് കൊടുക്കാം. സംഭവം തള്ളായിട്ടൊക്കെ തോന്നിയാലും ഏറെക്കുറെ ഡെഡ്ലി പ്രൊഫഷണൽ ആണ് ട്ടാ. പിന്നെ എനിക്ക് ഇതിന്റെ ABCD അറിയാത്തതിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യണതൊക്കെ കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുക. അല്ലാണ്ട് ഇപ്പൊ വേറെ വഴിയില്ലല്ലോ. ഈ മുറിച്ച് കളണ പൈപ്പും ഈ പേപ്പർ കത്തിക്കണതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിരിക്കുംല്ലേ. അങ്ങനെ തീയും പുകയെല്ലാം കഴിഞ്ഞ് അവസാനം വീട്ടിൽ വെള്ളം വന്നു. ഇനി ഒന്ന് സമാധാനത്തോടെ കുളിച്ച് നേരെ അർജുന്റെ വീട്ടിലേക്ക്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി പുലിയുടെ കൂടെ ഒരു ദിവസം താമസിക്കും. കല്യാണ ദിവസം എടുത്തു, അതുകൊണ്ട് എല്ലാരും ഉണ്ട്. വീട്ടിൽ കയറി ചെന്നേമ്പാട് എല്ലാരും പാട്ടും വെച്ച് ഡാൻസ് ചെയ്യും. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കില്ല, ഞാനും അങ്ങോട്ട് കൂടി. ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയാ പിന്നെ പറയണ്ട, ഇതൊക്കെ തന്നെയാണ് പരിപാടി. കൂട്ടത്തിൽ അർജുന്റെ അമ്മയും കൂടെ ചോദിച്ചു. പിന്നെ മൊത്തം ഒരു കൂട്ടത്തുള്ളലായി. എല്ലാം കൂടി ആയപ്പോഴോ കാര്യം മനസ്സിലായിട്ടാ. പോരാത്തതിന് അർജുന്റെ ബർത്ത്ഡേ കൂടിയാണ്. അങ്ങനെ ഞാനും കിരണും കൂടെ നേരെ പേരാമ്പ്രയ്ക്ക് അവിടുന്ന് ഒരു കേക്കും വാങ്ങി ഞാൻ തന്നെ അതിന്റെ മുകളിൽ പേര് എഴുതി. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യറുത്തപ്പോ കട്ട ചോരയെ മുഖത്ത് വെച്ചു. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കേക്കിൽ ഒരു ഡിസ്കൗണ്ടും വാങ്ങിച്ച് നേരെ അർജുന്റെ വീട്ടിലേക്ക്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറ സെക്കൻഡ് പറഞ്ഞാളാ. അങ്ങനെ കേക്ക് കെട്ടിയാൻ വേണ്ടി അർജുനെ വിളിച്ചപ്പോ മുറ്റത്ത് പോയിട്ട് മുടിയും ചെയ്ക്ക് സുന്ദരനായിട്ട് വരാനുള്ള പ്ലാൻ. അങ്ങനെ അവനെയും കൂട്ടി എല്ലാരും കൂടെ പാട്ടും വെച്ചൊരു തുള്ളലങ്ങ് തുള്ളി. എന്നിട്ട് കേക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. കത്തി കൊണ്ട് വെട്ടിയാൽ മതി എന്ന് ചോദിച്ചപ്പോ വേറെ എന്തെങ്കിലും സാധനം ആഭ്യേട്ടം പറഞ്ഞ പിന്നെ ഇടം തലം നോക്കുന്ന പരിപാടി. നേരെ ചാണ്ടിയുടെ കൊടുവാൾ എടുത്ത് ഒന്ന് കഴുകി സെറ്റാക്കി. സിംഗിന്റെ ഒരു മാരക എൻട്രൻസ് അങ്ങ് പടച്ചു. അങ്ങനെ കൊടുവാള് കൈമാറി സമ്മതവും വാങ്ങി കേക്ക് അങ്ങ് കട്ടി. എല്ലാവർക്കും ഓരോ പീസ് കേക്കും അങ്ങ് കൊടുത്തു. ശേഷം സ്നോ സ്പ്രേ കൊണ്ട് ഒരു കുളി ആവാന്ന് വെച്ചു. ബർത്ത്ഡേ ഒക്കെ ആവുമ്പോ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. എല്ലാം കൂടെ മഞ്ഞു മനുഷ്യനെ പോലെ പാട്ടും വെച്ച് തുള്ളലോട് തുള്ളൽ. അപ്പോഴും എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നിയപ്പോ ഒരു പീസും കൂടെ കട്ട് ചെയ്ത് മുഖത്തങ്ങോട്ട് പൂശാന്ന് ടേസ്റ്റ് ആക്കണം എന്ന് ആഗ്രഹമല്ല, നല്ലൊരു ഏറെക്കുറെ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ തന്നെ ആയി. അതിന്റെ കലിപ്പങ്ങോട്ട് മാറാത്തതിന് വെല്ലുവിളി അങ്ങ് സ്വീകരിച്ചു. അപ്പൊ സൈനിങ് ഔട്ട്.